ജാനുവും തുഷാർ വെള്ളാപ്പള്ളിയും സംഘപരിവാർ പാലങ്ങളെന്ന് CPM വയനാട് മുൻ ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ. ആദിവാസി ഉന്നതികളിൽ സംഘപരിവാർ കയറിയത് CK ജാനു വഴിയാണ്. ഈഴവ കേന്ദ്രങ്ങളിൽ സംഘപരിവാർ കയറിയത് തുഷാർ വെള്ളാപ്പള്ളി വഴി. ജാനുവും തുഷാറും ഇനി സംഘപരിവാറിന് ആവശ്യമില്ലെന്നും ജാനുവിന്റെ ഇടനിലയില്ലാതെ ഇപ്പോൾ ആദിവാസി കേന്ദ്രങ്ങളിൽ RSSന് കയറാമെന്നായി എന്നും ഗഗാറിൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. വയനാട് ആദിവാസി ഉന്നതികൾ അവിടേക്ക് ഇപ്പോൾ സംഘപരിവാർ വല്ലാതെ കയറാൻ ശ്രമിക്കുന്നുണ്ട്. അത് പാർട്ടി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഈ വളരെ മുൻകൂട്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ആദിവാസി ഉന്നതികളിൽ പല കാര്യങ്ങളും വിതരണം ചെയ്യുക, എന്നിട്ട് അതുവഴി അവരെ സ്വാധീനിക്കാനുള്ള ശ്രമം ദീർഘകാലമായിട്ട് നടക്കുന്നുണ്ട്. പാർട്ടി അത് നന്നായി ചർച്ച ചെയ്തതാണ്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പൊതുവെ പ്രത്യേകിച്ച് പാർട്ടിക്ക് സ്വാധീനം ഉണ്ടായിരുന്ന ഉന്നതികളിൽ RSSന്റെ കടന്നുകയറ്റത്തെ തടയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ഒരു പഞ്ചായത്തിൽ മാത്രം 8 എണ്ണത്തിനെ ഈ കഴിഞ്ഞ ചെറിയ കാലം കൊണ്ട് ഞങ്ങൾ തിരിച്ച് RSSന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്. കാരണം RSS ഈ പണി നടത്തേണ്ടത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും അതിലിടപെടുകയും ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. മുത്തങ്ങ സമരത്തോടു കൂടി ആദിവാസികളുടെ ഒരു ഐക്കണായി മാറിയ CK ജാനു ഇപ്പോൾ NDA വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടനിലയില്ലാതെ RSSന് ഈ ഉന്നതികളിലേക്ക് എത്താൻ ഒരു പാലമായി CK ജാനു. ഇനിയിപ്പോൾ CK ജാനുവിൻ്റെ ആവശ്യം അവർക്കില്ല. അങ്ങനെ ഒരു സംഭാവന CK ജാനുവിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നു. തീർച്ചയായിട്ടും CK ജാനു അവിടെ ആദ്യം ആദിവാസികളുടെ നേതാവെന്ന രീതിയിലാണ് നിന്നത്. സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചു. ഗോത്രമഹാസഭയുടെ പേരിലാണ് ആദിവാസികൾക്കിടയിൽ ബാക്കി എല്ലാവരെയും കുറ്റം പറഞ്ഞു വന്നത്. പക്ഷേ പിന്നീട് CK ജാനു NDAയുടെ സ്ഥാനാർത്ഥിയായി മാറി. അതോടെ ഈ ആദിവാസികൾക്ക് ഉണ്ടായിരുന്ന ഒരു അസ്പൃശ്യത മാറി. നമ്മുടെ BDJS ചെയ്ത് അങ്ങനെയല്ലേ, ഈഴവ വിഭാഗങ്ങൾക്കിടയിൽ BJPക്ക് കടന്നു പറ്റാൻ വേണ്ടി വളരെ കൃത്യമായി BDJSനെ ഉപയോഗിച്ചവർ. ഇപ്പോൾ വയനാട്ടിലൊക്കെ എനിക്ക് അനുഭവമുണ്ട്. ഇപ്പോൾ പൂതാടി പുൽപ്പള്ളി പഞ്ചായത്തുകളിലൊക്കെ BJPക്ക് കടന്നു കയറാനുള്ള പാലമായിട്ട് തന്നെയാണ് BDJSനെ ഉപയോഗിച്ചത്. ഇപ്പോൾ BDJSും തുഷാർ വെള്ളാപ്പള്ളി ഇല്ലെങ്കിലും അവർക്ക് ഇടനില ആവശ്യമില്ലാതെ കയറാം എന്ന് പറയുന്ന നിലയിലേക്ക് അവരെത്തി. പക്ഷെ വയനാട്ടിൽ ഞങ്ങൾ ഇത് കണ്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രത്യേകിച്ച് ഉന്നതികളിലുള്ള ഈ പാലത്തെ തകർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ BDJSനെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങളും ചില മേഖലകളിൽ അവർക്ക് ആക്സസ് ഉണ്ടാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം വയനാട്ടിൽ പാർട്ടി ഉണ്ടാക്കും. തീർച്ചയായിട്ടും നല്ല മുന്നേറ്റം പാർട്ടി ഇത്തവണ ഉണ്ടാക്കും. ഞങ്ങൾ ഒന്നിലധികം പഞ്ചായത്തുകൾ, നേരത്തെ തിരുനെല്ലി മാത്രമാണ് പ്രതിപക്ഷമില്ലാത്ത ഭരണം ഉണ്ടായിരുന്നത്. ഇത്തവണ അതിൽ ഒന്നിലധികം പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ലാത്ത ഭരണം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും അവസാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വനിതാ സംവരണം നമ്മൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ 2 പേര് മത്സരിക്കുന്നുണ്ട്. മീനങ്ങാടി മത്സരിക്കുന്ന ബീന വിജയൻ, പാർട്ടി ലീഡർ എന്നുള്ളതൊക്കെയാണ് ബീനേനെ അവിടെ മത്സരിപ്പിക്കുന്നത്. മീനങ്ങാടി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള കുഞ്ഞുമോള് അമ്പലവയൽ ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട്. പിന്നെ പ്രസിഡന്റിനെ സംബന്ധിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ സാധാരണഗതിയിൽ തീരുമാനിക്കാറുള്ളൂ. എന്തായാലും വലിയ മികച്ച മുന്നേറ്റം വയനാട്ടിൽ ഇത്തവണ ഉണ്ടാക്കും എന്നാണ് മുൻ ജില്ലാ സെക്രട്ടറിയായ പി ഗഗാറിൻ നമ്മോട് പറയുന്നത്. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണക്കൊപ്പം T. അനീസ് അലി, മീഡിയ 1, കോഴിക്കോട്.